ഇന്നത്തെ ടോപ്പിക് stupas. From early times, people regarded certain places as sacred. ആദ്യകാലം മുതൽക്ക് തന്നെ ചില പ്രത്യേക സ്ഥലങ്ങളെ പരിപാവനങ്ങളായി ജനങ്ങൾ കണക്കാക്കിയിരുന്നു. These places had some specific features. They had special trees or unique rocks. സ്പെഷ്യൽ ഫീച്ചേഴ്സിനകത്ത് ആദ്യം പറയുന്നത് എന്താണ്? യെസ്, സ്പെഷ്യൽ ട്രീ കാണും, അല്ലെങ്കിൽ അവിടെ എന്താണ് യുണീക് റോക്സ് കാണാൻ സാധിക്കുന്നതാണ്. They were modified with astonishing natural beauty. വിസ്മയകരമായ പ്രകൃതി ഭംഗിയാൽ മനോഹരമായ സ്ഥലം കൂടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. സ്മോൾ ഷ്രിങ്സ് വെയർ അറ്റാച്ച്ഡ് ടു ദം. അതിനോട് ചേർന്ന് ചെറിയ കോവിലുകളും ഉണ്ടായിരുന്നു. അപ്പൊ സെപ്പറേറ്റ് ആയിട്ടുള്ള ആ പ്ലേസസിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? സ്പെഷ്യൽ ട്രീസ് ഓർ യുണീക് റോക്സ്, അസ്റ്റോണിഷിംഗ് നാച്ചുറൽ ബ്യൂട്ടി, സ്മോൾ ഷ്രിങ്സ്. ഇത്രയാണ് അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. These places were sometimes described as ചൈത്യാസ്. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൈത്യാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചൈത്യ ഏത് വാക്കിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്തതെന്ന് അടുത്തായിട്ട് നോക്കാം. ഏത് വാക്കാണ്? ചിത. ഏത് വാക്കിൽ നിന്നാണ് ഡെറൈവ് ചെയ്തിരിക്കുന്നത്? ഏതിൽ നിന്നാണ്? ഡെറൈവ്ഡ് ഫ്രം ദ വേർഡ് ചിത. ഇനി ചൈത്യ എന്ന് പറയുന്നത് ഒരു വർഷിപ്പ് ഹോളാണ്. ചൈത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു വർഷിപ്പ് ഹോളാണ്. ഇനി അതിന്റെ ഷേപ്പ്, ആ ഹോളിന്റെ ഷേപ്പ് ആണ് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ഇനി അതിന്റെ റൂഫ് എന്ന് പറയുന്നത് എന്താണ്? സെമി സർക്കുലർ ആണ്, അർദ്ധവൃത്താകൃതിയിലുള്ളതാണ്. ഏത്? അതിന്റെ റൂഫ്, ചൈത്യത്തിന്റെ റൂഫ് എന്ന് പറയുന്നത്. There is a stupa at the end of the hall. അപ്പൊ അവസാനം, ഈ ഹോളിന്റെ അവസാനം നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നതാണ്? ഒരു സ്തൂപം കാണാൻ സാധിക്കുന്നതാണ്. Several chaityas were mentioned in the Buddhist literature. ബുദ്ധ സാഹിത്യത്തിൽ ധാരാളം ചൈത്യാസിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. It also describes many places associated with the Buddha's life. ബുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ധാരാളം സ്ഥലങ്ങളെ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സ്ഥലങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ്, ലുംബിനി, ദ പ്ലേസ് വെയർ ബുദ്ധ വാസ് ബോൺ. ബുദ്ധന്റെ ജന്മസ്ഥലമാണ് ഏത്? ലുംബിനി. ദെൻ ബോധ് ഗയ, ദ പ്ലേസ് വെയർ ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ്. ബുദ്ധന് ബോധോദയം ലഭ്യമായ അല്ലെങ്കിൽ ജ്ഞാനോദയം കിട്ടിയത് എവിടെ വെച്ചായിരുന്നു? ബോധ് ഗയയിൽ വെച്ചായിരുന്നു. അടുത്ത എന്താണ്? സാരനാഥ്. സാരനാഥിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബുദ്ധ ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ. അദ്ദേഹത്തിന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമാണ് ഏത്? സാരനാഥ് എന്ന് പറയുന്നത്. അടുത്ത 4ാമത്തെ സ്ഥലം ഏതാണ്? കുശിനഗര. കുശിനഗരത്തിന് എന്താണ്? നിർവാണ. ഹി അറ്റൈൻഡ് നിർവാണ. ബുദ്ധൻ നിർവാണ ലഭ്യമായ സ്ഥലമാണ് ഏത്? കുശിനഗരം എന്ന് പറയുന്നത്. അപ്പൊ ഏതെല്ലാം സ്ഥലങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ലുംബിനി എന്ന് പറയുന്നത് ബുദ്ധന്റെ ജന്മസ്ഥലമാണ്. ബോധ്ഗയ അദ്ദേഹത്തിന് എൻലൈറ്റ്മെന്റ് ലഭ്യമായ സ്ഥലമാണ്. സാരനാഥ് ഫസ്റ്റ് സെർമൺ നടത്തിയാണ്, ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിൽ വെച്ചാണ്. കുശിനഗരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിർവാണം ലഭ്യമായ സ്ഥലമാണ്. All these places came to be regarded as sacred. ഈ പ്ലേസസ് എല്ലാം എന്താ? ഈ പരിപാവനങ്ങളായിട്ട് കണക്കാക്കാൻ തുടങ്ങി. About 200 years after the time of Buddha, Ashoka erected a pillar at Lumbini to mark that he had visited the place. ബുദ്ധന്റെ മരണശേഷം ഏകദേശം 200 വർഷങ്ങൾക്ക് ശേഷം ലുംബിനി അശോകൻ വിസിറ്റ് ചെയ്ത അതിന്റെ ഒരു എന്താണ്? ഒരു മാർക്കായിട്ട്, ഒരു അടയാളമായിട്ട് അദ്ദേഹം അവിടെ ഒരു സ്തൂപം ബിൽഡ് ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്രയാണ് സ്തൂപമായി റിലേറ്റ് ചെയ്ത് പറയുന്നത്. നീ മങ്സ് താമസിക്കുന്ന സ്ഥലത്ത്, അത് അവരുടെ റെസിഡൻസിന് പറയുന്ന പേരാണ് വിഹാരാസ് അല്ലെങ്കിൽ മൊണാസ്ട്രീസ് എന്ന് പറയുന്നത്. ബുദ്ധ സന്യാസിമാർ താമസിക്കുന്ന റെസിഡൻസിന് പറയുന്ന പേരെന്താണ്? വിഹാരാസ് അല്ലെങ്കിൽ മൊണാസ്ട്രീസ് എന്നാണ് പറയുന്നത്. പിന്നെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? റോക്കറ്റ് കേവ്സ് ആണ്, പാറ തുരന്നുണ്ടാക്കിയ ഗുഹകളാണ് ഏത്? ഈ വിഹാരങ്ങൾ എന്ന് പറയുന്നത്. There were other sacred place called stupas. സ്തൂപങ്ങൾ എന്ന് പറയുന്ന സേക്രഡ് ആയിട്ടുള്ള പ്ലേസസ് ആണ്. ഇനി എന്താണ് സ്തൂപം നോക്കാം. സ്തൂപ എന്ന് പറയുന്ന മൗണ്ട്സ്. സ്തൂപം എന്ന് പറയുന്നത് എന്താണ്? മൗണ്ട്സ് ആണ്. എങ്ങനെയാണ് ആ മൗണ്ട് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ബുദ്ധന്റെ ബോഡി റിമീൻസോ അല്ലെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകളോ അടക്കം ചെയ്തിട്ടുള്ള
മൗണ്ട്സിന് പറയുന്ന പേരാണ് ഇത് സ്തൂപാസ് എന്ന് പറയുന്നത്. അപ്പൊ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സ്തൂപം എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ ശരീര അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തതോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഏതെങ്കിലും ഒബ്ജക്റ്റുകൾ അടക്കം ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള മൗണ്ടുകൾക്ക് പറയുന്ന മൺമേടിന് പറയുന്ന പേരാണ് ഇത് സ്തൂപ എന്ന് പറയുന്നത്. ഇനി സ്തൂപ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്? യെസ്, ദേ വെർ ബിൽറ്റ് ഓഫ് സ്റ്റോൺ ഓർ ബ്രിക്സ്. സ്റ്റോൺ കൊണ്ടോ ബ്രിക്സ് കൊണ്ടോ ഒക്കെയാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. ദേ ഹാവ് ഗ്രേറ്റ് ആർട്ടിസ്റ്റിക് വാല്യൂ. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ട്? ഗ്രേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിക് വാല്യൂ ഉണ്ട്. അപ്പൊ എന്താണ് സ്തൂപ എന്ന് നോക്കാം. അപ്പൊ എന്താണ് സ്തൂപ? ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സ്തൂപ എന്ന് പറയുന്നത് എന്താണ്? ബുദ്ധന്റെ ബോഡ്ലി റിമെയിൻസോ അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഒബ്ജക്റ്റുകളോ അടക്കം ചെയ്തിട്ടുള്ള മൺമേടിന് പറയുന്ന പേരാണ് സ്തൂപ എന്ന് പറയുന്നത്. ഇനി ഇത് ബിൽറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യെസ്, സ്റ്റോൺ കൊണ്ടോ അല്ലെ ബ്രിക്സ് കൊണ്ടോ ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ദേ ഹാവ് ഗ്രേറ്റ് ആർട്ടിസ്റ്റിക് വാല്യൂ. ഇതിന് ധാരാളം എന്തുണ്ട്? കലാമൂല്യങ്ങളും ഉണ്ട്. The tradition of erecting stupas existed even before the emergence of Buddhism. ബുദ്ധമതത്തിന്റെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ സ്തൂപങ്ങൾ ബിൽറ്റ് ചെയ്യുന്ന ഒരു ട്രഡീഷൻ നമുക്കുണ്ടായിരുന്നു. ബട്ട് ലാറ്റർ ദേ കെയിം ടു ബി അസോസിയേറ്റഡ് വിത്ത് ബുദ്ധിസം. എന്നാൽ പിന്നീട് ഇത് ബുദ്ധമതത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് ചെയ്തത്. The stupas contained the relics of Buddha and regarded as sacred. Therefore, the entire stupa came to be venerated as an emblem of both Buddha and Buddhism. പിന്നീട് വന്ന സ്തൂപങ്ങളൊക്കെ തന്നെ ബുദ്ധന്റെയും ബുദ്ധമതത്തിന്റെ എംബ്ലമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. The followers of Buddha built a number of stupas in various parts of India. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ബുദ്ധന്റെ സ്തൂപങ്ങള് അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് ബിൽറ്റ് ചെയ്തു. അക്കോർഡിംഗ് ടു Ashoka distributed parts of Buddha's relics to all important towns in his empire. അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ ബുദ്ധന്റെ റിലീക്സ് അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ആൻഡ് ദെൻ ഓർഡേർഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് സ്തൂപാസ് ഓവർ ദം. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു അനുമുള്ള സ്തൂപങ്ങൾ നിർമ്മിക്കാനുള്ള ഓർഡർ അദ്ദേഹം കൊടുക്കുകയുണ്ടായി. In the 2nd century, we say number of stupas had been built. 2nd century ആയപ്പോഴത്തേക്കും ധാരാളം സ്തൂപങ്ങളൊക്കെ പണി കഴിപ്പിച്ചു. The most famous among them are stupas at Berhart, Sanji and Sarnath. The most important സ്തൂപങ്ങളിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്തൂപങ്ങൾ എന്ന് പറയുന്നത് ബർഹട്ട്, സാരനാഥ്, സാഞ്ചി എന്നിവിടങ്ങളിലെ സ്തൂപങ്ങളാണ്. How were stupas built? Many inscriptions are found on the railings and pillars of stupa. സ്തൂപങ്ങളിലെ റെയിലിംഗ്സിലും പില്ലേഴ്സിലും ധാരാളം ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. These inscriptions record that stupas were built of donations made by the people. The donations to construct and decorate the stupas came from different sections of the society. Different sections of the society നിന്നാണ് സ്തൂപങ്ങൾ നിർമ്മിക്കാനും അത് ഡെക്കറേറ്റ് ചെയ്യാനുമായിട്ടുള്ള ഡൊണേഷൻസ് ലഭ്യമായിട്ടുള്ളത്. അപ്പൊ ഏതെല്ലാമാണെന്ന് നോക്കാം. Some donations were made by kings such as ശതവാഹനന്മാർ പോലെയുള്ള രാജാക്കന്മാര് സ്തൂപങ്ങൾ നിർമ്മിക്കാൻ ധാരാളം പണം നൽകിയിരുന്നു. Donations were also made by ഗിൽഡുകളും എന്ത് ചെയ്തിട്ടുണ്ട്? സ്തൂപങ്ങൾ ബിൽറ്റ് ചെയ്യാനുള്ള ഡൊണേഷൻസ് നൽകിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, സാഞ്ചിയിലെ ഒരു ഗേറ്റ് വേ പണിതത് ഐവറി വർക്കേഴ്സിന്റെ ഗിൽഡ് ആണെന്ന് സൂചനയുണ്ട്. Hundreds of donations were made by ordinary men and women. സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾ, നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു വേണ്ടി ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ട്. ഭിക്ഷൂസ് ആൻഡ് ഭിക്ഷുണീസ്, ഭിക്ഷൂസും ഭിക്ഷുണീസും ഉണ്ട് അല്ലെ. ആൾസോ കോൺട്രിബ്യൂട്ടഡ് എലോട്ട്സ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ദീസ് മോണമെന്റ്സ്. സ്തൂപങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഭിക്ഷൂസും ഭിക്ഷുണീസും ധാരാളം കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പൊ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട സ്തൂപങ്ങള് നിർമ്മാണത്തിന് ആരുടെയൊക്കെ സഹായങ്ങളാണ് നമുക്ക് ലഭ്യമായത്? ഡിഫറെന്റ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയുടെ ഹെൽപ്പാണ് നമുക്ക് ലഭ്യമായത്. ആദ്യം നമ്മള് രാജാക്കന്മാരുടെ കാര്യം പറഞ്ഞു. അതിനകത്ത് ശതവാഹന രാജാക്കന്മാരുടെ പേര് എടുത്ത് പറയേണ്ട ഒന്നാണ്. ഗിൽഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ സാഞ്ചിയിലെ ഒരു ഗേറ്റ് വേ പണിതത് ഐവറി വർക്കേഴ്സിന്റെ ഗിൽഡുകളാണ്.
അടുത്തെന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ, അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഡൊണേഷൻസ് അവർ നൽകിയിരുന്നു. പിന്നെ ഭിക്ഷുസും ഭിക്ഷുണീസും അവർ എന്ത് ചെയ്തു, സ്തൂപങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഹെൽപ്പുകൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. സ്ട്രക്ചർ ഓഫ് സ്തൂപ. സ്തൂപത്തിന്റെ സ്ട്രക്ചർ. സ്തൂപ ഇസ് എ സാൻസ്ക്രിറ്റ് വേർഡ് വിച്ച് മീൻസ് മൗണ്ട്. സ്തൂപ എന്ന് പറയുന്ന ഒരു സംസ്കൃത പദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? യെസ്, മൗണ്ട് എന്നാണ്. ഇൻ ദ ബിഗിനിങ് ദ സ്തൂപാസ് വെയർ സിമ്പിൾ സെമി സർക്കുലർ മൗണ്ട് ഓഫ് ദ എർത്ത്. ആദ്യകാലത്തില് സ്തൂപത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? അർദ്ധവൃത്താകൃതിയിലായിരുന്നു. ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ഈ മൗണ്ടിന് പറയുന്ന പേരാണ് അണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സെമി സർക്കുലർ ആയിട്ടുള്ള ഈ പ്ലേസ് എന്ന് പറയുന്ന പേര് എന്താണ്? അണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. Gradually, stupas became more complex structures. They began to be constructed in balancing round and square shapes. സ്തൂപങ്ങളുടെ സ്ട്രക്ചർ മോർ കോംപ്ലക്സ് ആയി മാറിയപ്പോൾ അതിന്റെ ഷേപ്പിലും വ്യത്യാസങ്ങൾ വന്നു. റൗണ്ടും സ്ക്വയർ ഷേപ്പും ഒക്കെ അത് സ്വീകരിച്ചു. ദെൻ അബോവ് ദ അണ്ടയ്ക്ക് മുകളിലായിട്ട് നമുക്ക് എന്ത് കാണാൻ സാധിക്കും? ഒരു ബാൽക്കണി കാണാൻ സാധിക്കുന്നതാണ്, അല്ലെ? ഒരു ബാൽക്കണി കാണാൻ സാധിക്കുന്നതാണ്. ഈ ബാൽക്കണിക്ക് പറയുന്ന പേര് ഹർമിക എന്നാണ്. ഹർമിക എന്താണ്? ആ ബാൽക്കണിക്ക് പറയുന്ന പേരെന്താണ്? ഹർമിക. ഹർമിക എന്ന് വെച്ചാൽ ആ വേർഡിന്റെ അർത്ഥം ശ്രീകോവിൽ എന്നാണ്. അബോർഡ് ഓഫ് ദ ഗോഡ്സ് എന്നാണ്. ഹർമിക്ക് തൊട്ട് മുകളിലായിട്ട് ഒരു മാസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കൊടിമരം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ കൊടിമരത്തിന് പറയുന്ന പേരാണ് യഷ്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കൊടിമരത്തിന് പറയുന്ന പേരെന്താണ്? യഷ്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ യഷ്തിയെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? ഛത്രീസ് ഉണ്ട്, അല്ലെ? അംബർലാസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ അടുത്താണ് റെയിലിംഗ്. ഇതിന് പറയുന്ന പേരാണ് റെയിലിംഗ്. റെയിലിംഗ് എന്ന് പറയുന്നത് അതായത് ഈ സെക്കുലർ വേൾഡിൽ നിന്ന് നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള ഈ പ്ലേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഏത്? റെയിലിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഒന്നുകൂടെ പറയാം. സെമി സർക്കുലർ ആയിട്ടുള്ള ഈ പ്ലേസിന് പറയുന്ന പേര് അണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണിക്ക് പറയുന്ന പേര് ഹർമിക. തൊട്ട് മുകളിലായിട്ട് എന്തുണ്ട്? മാസ്റ്റ് ഉണ്ട്. മാസ്റ്റിന് പറയുന്ന പേര് യഷ്തി എന്നാണ്. അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ട്? അംബർലാസ് ഉണ്ട്. ഈ അംബർലാസിന് പറയുന്ന പേര് ഛത്രീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ എന്റയർ വേൾഡിൽ നിന്ന് നമ്മുടെ ഈ സേക്രഡ് പ്ലേസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്? റെയിലിംഗ് ആണ്, വേലികളാണ്. ഇത്രയുമാണ് ഒരു സ്തൂപത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. റെയിലിംഗ്സ് വുഡ് കൊണ്ടോ അല്ലെങ്കിൽ ബാമ്പു കൊണ്ടോ നിർമ്മിച്ച പോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ മൗണ്ടിന് ചുറ്റും റെയിലിംഗ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ 4 വശത്തും ഗേറ്റ് വേസും ഉണ്ട്. സാഞ്ചിയിലെയും ബർഹട്ടിലെയും സ്തൂപങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ റെയിലിംഗ്സും ഈ 4 ഗേറ്റ് വേസും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. വർഷിപ്പേഴ്സ് ഈസ്റ്റേൺ സൈഡിലൂടെയാണ് അകത്തേക്ക് കയറുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അതിനെ ചുറ്റുകയും ചെയ്തു. Later, the mounds of stupas came to be decorated with niches and sculptures. പിന്നീട് ഗേറ്റ്വേസ് കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടു. As at Amravati and Shaviti Ki Dehri in Peshawar. അമരാവതിയിലെയും അതുപോലൊപ്പം തന്നെ ഷവിതി കി ദഹ്രി പാകിസ്ഥാനിലെ പെഷവാറിലെയും ഗേറ്റ്വേസ് അത് കുറച്ചുകൂടെ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്. Each stupa has a history of its own. ഓരോ സ്തൂപത്തിന് അതിന്റേതായ ചരിത്രമുണ്ടായിരിക്കാം. Histories of how they were built. Histories of discoveries as well. ബിൽറ്റ് ചെയ്തതിന്റെ ചരിത്രം പറയാൻ കാണും, ഡിസ്കവർ ചെയ്തതിന്റെ ചരിത്രം പറയാന് കാണും. Let us now examine the history of the discovery of 2 famous stupas, Amaravati and Sanchi. അമരാവതിയിലെയും സാഞ്ചിയിലെയും പ്രസിദ്ധമായിട്ടുള്ള 2 സ്തൂപങ്ങളാണ്. അവ കണ്ടെത്തിയതിന്റെ ചരിത്രത്തിലേക്ക് നമുക്ക് കടക്കാം. In 1796, a local ruler of Amaravati wanted to build a temple.
Meanwhile, the ruins of Stupa at Amaravati has been discovered. 1796 അമരാവതിയിലെ ലോക്കൽ റൂളർ ഒരു ക്ഷേത്രം ബിൽഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്താണ് അമരാവതിയിലെ സ്തൂപത്തിന്റെ റിമൈൻസ് കണ്ടെത്തുന്നത്. Naturally, the Raja of Amaravati decided to use the stone of Stupa to build the temple. Some years later, a British official named Colin Mackenzie visited Amaravati. He found several pieces of sculpture and prepared a detailed drawing of them. അമരാവതിയിൽ നിന്ന് ധാരാളം സ്കൾപ്ചർ അദ്ദേഹം ഫൗണ്ട് ചെയ്യുകയും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് തയ്യാറാക്കുകയും ചെയ്തു. Unfortunately, these reports were never published. In 1854, Walter Elliot, the commissioner of Guntur, visited Amaravati. He collected several sculptural panels and took them away to Madras. അടുത്തായിട്ട് വന്ന ആരാണ്? വാട്ടർ എലിയറ്റ് ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഗുണ്ടൂറിലെ, ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂറിലെ കമ്മീഷണർ ആയിരുന്നു. ഇവിടെ വന്ന സ്കൾപ്ചറൽ പാനൽസ് കളക്ട് ചെയ്ത് എങ്ങോട്ട് കൊണ്ടുപോയി? മദ്രാസിലേക്ക് കൊണ്ടുപോയി. These sculptural panels came to be called Elliot marbles. അദ്ദേഹം കൊണ്ടുപോയ ആ സ്കൾപ്ചറൽ പാനൽസിനെ ഏത് പേരിൽ അറിയപ്പെട്ടത്? എലിയറ്റ് മാർബിൾസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതുപോലെ തന്നെ അമരാവതിയിലെ വെസ്റ്റേൺ ഗേറ്റ്വേയുടെ റിമൈൻസ് കണ്ടെത്തിയതും ആരാണ്? വാട്ടർ എലിയറ്റ് ആണ്. He came to the conclusion that the structure of Amaravati was one of the largest and most magnificent Buddhist stupas ever built. ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിനകത്ത് ലാർജസ്റ്റും മോസ്റ്റ് മാഗ്നിഫിസന്റുമായിട്ടുള്ള സ്തൂപമാണ് അമരാവതിയിൽ കണ്ടെത്തിയെന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് വാട്ടർ എലിയറ്റ് എത്തിച്ചേർന്നത്. By the 1850s, some of the slabs of Amaravati were taken to different centers like the Asiatic Society of Bengal at Calcutta and the Indian office in Madras. അമരാവതിയിലെ ബാക്കിയുള്ള പാർട്സുകൾ എങ്ങോട്ടൊക്കെ പോയി? കൽക്കട്ടയിലെ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിലേക്കും മദ്രാസിലെ ഇന്ത്യൻ ഓഫീസിലേക്കും കൊണ്ടുപോയി. സം ഓഫ് ദം വെയർ ഈവൻ ടേക്കൺ ടു ലണ്ടൻ. അവയിൽ കുറച്ച് ഇങ്ങോട്ടും കൊണ്ടുപോയി, ലണ്ടനിലേക്കും കൊണ്ടുപോയി. വേർ ദീസ് സ്കൾപ്ചേഴ്സ് ഡെക്കറേറ്റഡ് ദ ഗാർഡൻസ് ഓഫ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഗാർഡൻസ് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമരാവതിയിലെ ശില്പങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. In fact, all the new officials in the area continued to remove sculptures from the site on the ground that earlier officials had done the same. പുതുതായി വന്ന ഓഫീസർമാര് തങ്ങളുടെ മുൻഗാമികളെ പോലെ തന്നെ അമരാവതിയിലെ സ്കൾപ്ചേഴ്സ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോകാനാണ് അവർ ശ്രമിച്ചത്. But a few people expressed their disagreement against these actions. One of them was an archaeologist named H.S. Cole. He wrote, "It seems to be a suicidal and indefensible policy to allow the country to be looted of original work of ancient art." Ancient artന്റെ ഒറിജിനൽ വർക്കിനെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്താണ്? ഇൻഡെഫെൻസിബിൾ പോളിസിയാണ്. ഈ ഇൻഡെഫെൻസിബിൾ പോളിസി എന്ന് പറയുന്നത് എന്താണ്? ആത്മഹത്യക്ക് തുല്യമാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. Unfortunately, Cole failed to convince the authorities about Amaravati. However, his request for the preservation of Sanchi was accepted. അമരാവതിയിലെ കാര്യങ്ങള് അധികാരികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതില് കോൾ പരാജയപ്പെട്ടുവെങ്കിലും സാഞ്ചിയിലെ കാര്യം അല്ലെ, അദ്ദേഹത്തിന്റെ സാഞ്ചിയെ കുറിച്ചുള്ള, സാഞ്ചിയെ പ്രിസർവ് ചെയ്യണമെന്നുള്ള അദ്ദേഹത്തിന്റെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തു? അവിടുത്തെ അധികാരികള് അക്സെപ്റ്റ് ചെയ്യുകയുണ്ടായി. Why did
സാഞ്ചി സർവൈവ് വൈൽ അമരാവതി ഡിഡ് നോട്ട്. സാഞ്ചി സർവൈവ് ചെയ്തു, പക്ഷെ അമരാവതി സർവൈവ് ചെയ്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിക്കാം. അമരാവതി വാസ് ഡിസ്കവേർഡ് ഏർലിയർ ദാൻ സാഞ്ചി. സാഞ്ചിയേക്കാൾ വളരെ മുമ്പ് കണ്ടെത്തിയ ഒരു സൈറ്റാണ് ഇത് അമരാവതി എന്ന് പറയുന്നത്. At that time, the scholars were not aware of the significance of preserving historical monuments. Historical monuments-ന്റെ പ്രാധാന്യത്തെ പറ്റി പണ്ഡിതന്മാർക്ക് വേണ്ടത്ര അവബോധം ഉണ്ടായിരുന്നില്ല. സാഞ്ചി വാസ് ഡിസ്കവേർഡ് ഇൻ 1880. 1818 സാഞ്ചിയിലെ സ്തൂപം കണ്ടെത്തുന്നത്. ഒരു സ്തൂപത്തിന് എത്ര ഗേറ്റ് വേസ് ആണുള്ളത്? 4 ഗേറ്റ് വേസ് ആണ് ഉള്ളത്. The 3 or 4 gateway were still സ്റ്റാൻഡിങ്. അപ്പം 3 ഗേറ്റ് വേസ് അവിടെ നിലനിൽപ്പുണ്ടാകും. ദ ഫോർത്ത് വാസ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്. 4ാമത്തെ ഗേറ്റ് വേ എന്ന് പറയുന്നത് എവിടെയാണ്? നിലത്ത് കിടക്കുകയായിരുന്നു. ഈ മൗണ്ടിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ ഗുഡ് കണ്ടീഷൻ ആയിരുന്നു. ഇവിടെയും യൂറോപ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഗേറ്റ് വേസ് പാരീസിലേക്കും ലണ്ടനിലേക്കും കൊണ്ടുപോകാനുള്ള അറ്റംപ്റ്റുകൾ നടന്നു. But finally, it was preserved due to the intervention of the rulers of Bhopal. ഭോപ്പാലിലെ ഭരണാധികാരികളുടെ ഇടപെടൽ മൂലം അവ സംരക്ഷിക്കപ്പെട്ടു. But the Mahachaitya at Amaravati is now just as an insignificant little mound. അപ്പോഴും അമരാവതിയിലെ മഹാചൈത്യം ഒരു ലിറ്റിൽ മൗണ്ടായിട്ട് അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലാതെ അവിടെ കിടക്കുകയായിരുന്നു. ഇറ്റ്സ് ഫോർമർ ഗ്ലോറി വാസ് ടോട്ടലി ലോസ്റ്റ്. അതിന്റെ ഫോർമർ ഗ്ലോറി എല്ലാം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ബുദ്ധന്റെ ലൈഫുമായി ബന്ധപ്പെട്ട 4 സ്ഥലങ്ങളെ പരിചയപ്പെടാം. ആദ്യമായിട്ട് ലുംബിനി. ദ പ്ലേസ് വെയർ ബുദ്ധ വാസ് ബോൺ. ബുദ്ധന്റെ ജന്മസ്ഥലമാണ് ലുംബിനി. ലുംബിനി നേപ്പാളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത കുശിനഗര. കുശിനഗര ദ പ്ലേസ് വെയർ ബുദ്ധ അറ്റൈൻ നിർവാണ. കുശിനഗരത്തിൽ വെച്ചാണ് ബുദ്ധന് നിർവാണം ലഭ്യമായത്. കുശിനഗര യുപിയിലാണ്, ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ബോധ് ഗയ. ദ പ്ലേസ് വെയർ ബുദ്ധ അറ്റൈൻഡ് എൻലൈറ്റ്മെന്റ്. ബുദ്ധന് ജ്ഞാനോദയം ലഭ്യമായ സ്ഥലമാണ് ബോധ് ഗയ എന്ന് പറയുന്നത്. ബീഹാറിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത സാരനാഥ്. ദ പ്ലേസ് വെയർ ബുദ്ധ ഡെലിവേർഡ് ഹിസ് ഫസ്റ്റ് സെർമൺ. ബുദ്ധൻ തന്റെ ആദ്യ പ്രഭാഷണം നടത്തിയത് സാരനാഥിൽ വെച്ചാണ്. സാരനാഥ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധന്റെ ലൈഫുമായി ബന്ധപ്പെട്ട മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസ് എന്ന് പറയുന്നത് ലുംബിനി, കുശിനഗര, ബോധ് ഗയ, സാരനാഥ്. ഇത് സ്തൂപങ്ങളുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്ലേസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ധാരാളം സ്തൂപങ്ങൾ ബിൽഡ് ചെയ്തുവെങ്കിലും 3 സ്തൂപങ്ങൾ എടുത്തു പറയേണ്ട ഒന്നാണ്. അതിൽ ഒന്ന് അമരാവതിയിലെ സ്തൂപമാണ്. അമരാവതി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലായിട്ടാണ്. അടുത്ത സാഞ്ചിയിലെ സ്തൂപം. സാഞ്ചി ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് മധ്യപ്രദേശിലാണ്. ബർഹട്ട്. ബർഹട്ട് മധ്യപ്രദേശിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 2nd സെഞ്ചുറി ബിസിയില് ധാരാളം സ്തൂപങ്ങൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അമരാവതിയിലെ സ്തൂപം, സാഞ്ചിയിലെ സ്തൂപം, ബർഹട്ടിലെ സ്തൂപമാണ്. ഈ 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്തൂപങ്ങൾ എന്ന് പറയുന്നത്.